ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തെക്കുറിച്ച് നടത്തിയ വിമർശനത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന കേരളത്തോടുള്ള പ്രതികാരമാണ് കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകളെന്ന് സിപിഎം ആരോപിച്ചു. കർണാടകയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൊട്ടത്ത് കേരളമുണ്ട് സൂക്ഷിക്കണമെന്ന പ്രസ്താവന നടത്തിയത്. ഇത് കേരള ജനതയെ മുഴുവൻ അപമാനിക്കുന്നതാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, ക്രമസമാധാനം, അധികാര വികേന്ദ്രീകരണം, ജീവിത സൂചികകൾ എന്നിവയിലെല്ലാം മുന്നിൽ നിൽക്കുന്നതാണോ കേരളത്തിന്റെ കുറവെന്ന് അമിത്ഷാ വ്യക്തമാക്കണം. രാജ്യവ്യാപകമായി സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം മുന്നോട്ടു പോകുന്നതുകൊണ്ടാണോ ഈ പ്രസ്താവന നടത്തിയതെന്നും വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് സിപിഎം ചോദിച്ചു. ബദൽ സാമ്പത്തിക നയങ്ങൾ ഉയർത്തി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇതിനെ തടയാൻ സാമ്പത്തികമായി കേരളത്തെ ഞെക്കിക്കൊല്ലാനുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഈ നയത്തിന് ന്യായീകരണമൊരുക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ളത്. കേരളത്തിന് അർഹതപ്പെട്ട വിഭവങ്ങൾ നൽകുന്നില്ല, എന്നിട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ശ്രമിക്കുന്നു. GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കൃത്യമായി കേരളം സമർപ്പിക്കുന്നുണ്ട്. ഇക്കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കത്തിടപാടുകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് സിപിഎം വ്യക്തമാക്കി. കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കടമെടുക്കുന്നതുപോലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽപ്പെടുത്തിയിരിക്കുകയാണ്. സാമൂഹികക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ച കമ്പനിക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്ന നടപടിയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിനെതിരെയുള്ള ഈ പ്രസ്താവനകളെക്കുറിച്ച് UDF നിലപാട് വ്യക്തമാക്കണമെന്നും കേരളത്തിന്റെ പുരോഗതി തകർക്കുന്നതിന് ഒരുങ്ങിപ്പുറപ്പെട്ട സംഘപരിവാറിന്റെ നീക്കങ്ങൾ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.